തൃശൂർ എം.ജി. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ തടസ്സപ്പെട്ടു. സർവേ നിർത്തിവെച്ചിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ആയില്ല. കഴിഞ്ഞ ജൂലൈ 15 മുതലാണ് തൃശൂർ എം.ജി. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച റോഡ് വികസന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെ തുടർന്ന് എം.ജി. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പാക്കേജ് രൂപീകരിച്ചു. ആഗസ്റ്റ് 1 സർവേ നടപടികൾ ആരംഭിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കകം നടുവിലാൽ മുതൽ പടിഞ്ഞാറക്കോട്ട വരെയുള്ള സർവേ മുന്നറിയിപ്പില്ലാതെ നിർത്തിവെക്കുകയായിരുന്നു. നടുവിലാൽ മുതൽ പാറയിൽ ഏജൻസി വരെ 25 മീറ്ററും പാറയിൽ ഏജൻസി മുതൽ പടിഞ്ഞാറക്കോട്ട വരെ 21 മീറ്ററുമാണ് റോഡ് വീതി കൂട്ടുന്നത്. റോഡ് വികസന പാക്കേജ് നിശ്ചയിച്ചതിനു ശേഷം വ്യാപാരികളുമായും സ്ഥലോടമകളുമായും ചർച്ചകൾ നടത്തിയ ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയായിരുന്നു കോർപ്പറേഷൻ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പാക്കേജ് നിശ്ചയിച്ച് വ്യാപാരികളുമായും സ്ഥലോടമകളുമായും ചർച്ച നടത്താതെ സർവേ തുടങ്ങിയതിനെതിരെ സ്ഥലോടമയുടെ ഭാഗത്തുനിന്നുണ്ടായ എതിർപ്പിനെ തുടർന്നാണ് നടപടികൾ സ്തംഭിക്കാൻ കാരണം. നടുവിലാൽ മുതൽ പടിഞ്ഞാറക്കോട്ട വരെ 164 വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി 12ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടി വരും. കഴിഞ്ഞ മാസം 22 മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് റോഡിന്റെ വീതി സംബന്ധിച്ചും പാക്കേജിനെ സംബന്ധിച്ചും തീരുമാനമെടുത്തത്. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊളിച്ചു നീക്കേണ്ടി വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് റോഡിനുള്ള സ്ഥലം വിട്ട് അവിടെ തന്നെ പുനരധിവാസം ഉറപ്പാക്കാനാണ് ശ്രമം. അതേസമയം സർവേ നടപടികൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് റോഡ് വികസന കമ്മിറ്റി കൺവീനർ പി. സുകുമാരൻ അറിയിച്ചു. പാക്കേജ് സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങൾ ഒന്നുമില്ലെന്നും കൺവീനർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV.